ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒന്നാലോചിച്ചു നോക്കൂ, ഗുജറാത്തിലെ ഒരു ഗ്രാമം, അവിടെ ഒരു അമ്മ എല്ലാ ദിവസവും രാവിലെ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നു. നല്ല കട്ടിയുള്ള, നല്ല വെളുത്ത പാല്. അത് കുടിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും? കുഞ്ഞിന്റെ ആരോഗ്യം, വളർച്ച, അതൊക്കെ തന്നെ അല്ലേ? പക്ഷേ ആ അമ്മ ഒരു കാര്യം അറിയുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി താൻ കൊടുക്കുന്നത് പാലല്ല, ഡിറ്റർജന്റും യൂറിയയും പോലുള്ള മാരകമായ വിഷങ്ങൾ കലർന്ന ഒരു ദ്രാവകമാണെന്ന്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു വാർത്താ റിപ്പോർട്ടുണ്ട്. നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഒന്നിന്റെ പേരിലുള്ള തട്ടിപ്പ്, പാലിന്റെ പേരിൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ റിപ്പോർട്ടിലെ ഓരോ വിവരങ്ങളെയും നമുക്ക് കീറി മുറിച്ചു പരിശോധിക്കാം. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇത്രയും കാലം എങ്ങനെ ആരും അറിയാതെ നടന്നു? പിന്നെ ഇതിൽ നിന്ന് നമ്മൾ, അതായത് ദിവസവും പാൽ വാങ്ങുന്ന സാധാരണക്കാർ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ശരി, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നൊരു വാചകം സബർകാന്ത, മെഹ്സാന ജില്ലകളിലെ ഗ്രാമങ്ങള്. അവിടുത്തെ ആളുകൾ കഴിഞ്ഞ 5 വർഷമായി ഈ വ്യാജപാലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നതാണ്. 5 വർഷം, അതൊരു ചെറിയ കാലയളവല്ല. അതെ, ആ 5 വർഷം എന്നതിലാണ് ഈ വിഷയത്തിന്റെ മുഴുവൻ ഗൗരവവും കിടക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഒരുപക്ഷെ 2000-ഓളം ദിവസവും ആളുകൾ ചായ കുടിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും ഉപയോഗിച്ചത് ഈ വിഷമാണ്. ഇതൊരു ആകസ്മികമായി സംഭവിക്കുന്ന മായം ചേർക്കലല്ല. വളരെ ചിട്ടയായി, ആസൂത്രിതമായി പ്രവർത്തിക്കുന്നൊരു ക്രിമിനൽ ശൃംഖലയുടെ ഭാഗമാണിത്. അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ 5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ മറ്റ് ഏജൻസികളുടെയോ ഒരു പരിശോധന അവിടെ നടന്നില്ല എന്നാണോ? അതോ അത്തരം പരിശോധനകളെ മറികടക്കാൻ മാത്രം മിടുക്കരായിരുന്നു ഇവർ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ഈ ഫാക്ടറി പ്രവർത്തിച്ചത് വളരെ രഹസ്യമായിട്ടാവാം. അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളിലെ പഴുതുകൾ. അതിനെ അവർ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കാം. ഇത്തരം ചെറിയ പ്രാദേശിക യൂണിറ്റുകളിൽ പലപ്പോഴും കൃത്യമായ പരിശോധനകൾ എത്താറില്ല. ഇനി അഥവാ പരിശോധനകൾ നടന്നാൽ തന്നെ അതിനെ മറികടക്കാനുള്ള വഴികളും അവർ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. അതിന്റെയൊക്കെ ഫലമാണ് ഈ 5 വർഷമെന്ന ഞെട്ടിക്കുന്ന കണക്ക്. ഈ ഫാക്ടറിയുടെ പേര് കേൾക്കുമ്പോഴാണ് ഇതിലെ ഒരു വിരോധാഭാസം നമുക്ക് മനസ്സിലാവുക. പ്രന്തിസ് താലൂക്കിലെ സലാൽ ഗ്രാമത്തിനടുത്തുള്ള ശ്രീ സത്യ ഡെയറി പ്രോഡക്ട്സ്. പേരിൽ സത്യമെന്നുണ്ട്. അതെ, പക്ഷെ പ്രവൃത്തികൾ മുഴുവൻ അസത്യവും വഞ്ചനയുമായിരുന്നു. ഇനി ഈ തട്ടിപ്പിന്റെ കണക്കുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുക. റിപ്പോർട്ട് പറയുന്നത് ഈ ഫാക്ടറിയിൽ ഒരു ദിവസം വാങ്ങിയിരുന്നത് വെറും 300 ലിറ്റർ ശുദ്ധമായ പാൽ മാത്രമാണ്. വെറും 300 ലിറ്റർ? അതെ, പക്ഷേ ഈ 300 ലിറ്റർ ഉപയോഗിച്ച് അവർ ദിവസവും ഉണ്ടാക്കിയിരുന്നത് 1700 മുതൽ 1800 ലിറ്റർ വരെ വ്യാജപാലാണ്. അതായത് കയ്യിലുള്ള പാലിനെ ഏകദേശം 6 ഇരട്ടിയാക്കി മാറ്റുന്നു. അതെ, 6 ഇരട്ടി. ഇതൊരു മാന്ത്രിക വിദ്യയാണോ എന്ന് തോന്നിപ്പോകും. ഇത് മാന്ത്രിക വിദ്യയല്ല, ഇത് കുറ്റകരമായ രസതന്ത്രമാണ്. ഇത് എങ്ങനെയാണ് അവർ സാധ്യമാക്കിയത് എന്നതിലാണ് ആ തട്ടിപ്പിന്റെ ബുദ്ധി അല്ലെങ്കിൽ ദുർബുദ്ധി ഇരിക്കുന്നത്. അവർ ഉപയോഗിച്ചിരുന്ന ചേരുവകളുടെ ഒരു ലിസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. വെള്ളം, പാൽപ്പൊടി, കോസ്റ്റിക് സോഡ, പിന്നെ പാമോലിൻ ഓയിൽ, സോയാബീൻ ഓയിൽ, ഡിറ്റർജന്റ് പൊടി, പിന്നെ യൂറിയ വളവും. ഒരു മിനിറ്റ്, യൂറിയയോ? നമ്മൾ കൃഷിക്കൊക്കെ വളമായി ഉപയോഗിക്കുന്ന യൂറിയ തന്നെയല്ലേ ഈ പറയുന്നത്? അതെങ്ങനെയാണ് പാലിൽ ചേർക്കുന്നത്? അതെ, അതേ യൂറിയ തന്നെ. ഇവിടെയാണ് ഉപഭോക്താവിനെ കബളിപ്പിക്കാനുള്ള ഏറ്റവും സമർത്ഥമായ വഴി അവർ കണ്ടെത്തുന്നത്. സാധാരണയായി പാലിന്റെ ഗുണമേന്മ അളക്കുന്ന ഒരു പ്രധാന ഘടകം അതിലെ പ്രോട്ടീനിന്റെ അളവാണ്, അല്ലേ? അതെ. ലാബുകളിൽ ഈ പ്രോട്ടീൻ അളക്കുന്നത് പാലിലെ നൈട്രജന്റെ അംശം പരിശോധിച്ചാണ്. യൂറിയയിലാണെങ്കിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലിൽ യൂറിയ കലർത്തുമ്പോൾ ലാബ് പരിശോധനയിൽ നൈട്രജന്റെ അളവ് വളരെ കൂടുതലായി കാണിക്കും. ഓ, ഇത് ഉയർന്ന പ്രോട്ടീനുള്ള നല്ല ഒന്നാന്തരം പാലാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ടാക്കും. അതായത് പരിശോധനയെപ്പോലും കബളിപ്പിക്കാൻ ശേഷിയുള്ള ഒരു തട്ടിപ്പ്. അപ്പോൾ മറ്റുള്ള രാസവസ്തുക്കൾ, ഡിറ്റർജന്റൊക്കെ എന്തിനായിരുന്നു? ഓരോന്നിനും ഓരോ ഉപയോഗമുണ്ട്. ഡിറ്റർജന്റ് പൊടി ചേർക്കുന്നത് നല്ല പത കിട്ടാനാണ്. ആ,
നമ്മൾ പാല് വാങ്ങുമ്പോൾ നല്ല പതയുണ്ടെങ്കിൽ അത് ഫ്രഷ് ആണെന്ന് വിശ്വസിക്കുന്നവരും. അതെ, ആ ഒരു ധാരണയാണ് ഇവർ ലക്ഷ്യമിട്ടത്. പാമോലിൻ ഓയിലും സോയാബീൻ ഓയിലും ചേർക്കുന്നത് പാലിന് നല്ല കട്ടിയും കൊഴുപ്പും തോന്നിക്കാൻ. ശരി. കോസ്റ്റിക് സോഡ പോലുള്ള ആൽക്കലൈൻ വസ്തുക്കൾ ചേർക്കുന്നത് പാലിന്റെ സ്വാഭാവികമായ പുളിപ്പില്ലാതാക്കാനും കൂടുതൽ നേരം കേടുകൂടാതെ വയ്ക്കാനുമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ ഒരു പാൽ നല്ലതാണോ എന്ന് നോക്കുന്ന എല്ലാ കാര്യങ്ങളും വെറുമൊരു പോലീസ് റെയ്ഡ് ആയിരുന്നില്ല അല്ലേ? അല്ല, അതൊരു സംയുക്ത ഓപ്പറേഷനായിരുന്നു. ലോക്കൽ ക്രൈം ബ്രാഞ്ച്, അതായത് LCB, പിന്നെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി അഥവാ FSL, അതോടൊപ്പം ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റും. ഓ, അപ്പൊ വിദഗ്ധർ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും അത് വളരെ പ്രധാനമാണ്. കാരണം പോലീസിന് കുറ്റവാളികളെ പിടികൂടാം, പക്ഷേ അവിടെയുള്ള വസ്തുക്കൾ രാസപരമായി എന്താണെന്ന് തിരിച്ചറിയാനും അത് ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്താനും FSLും ഫുഡ് ആൻഡ് ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റും തന്നെ വേണം. അതുകൊണ്ട് ഇതൊരു വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു. അവിടെ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ആ കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി ഒന്നും കൂടി വ്യക്തമാകും. 450 കിലോ പ്രോട്ടീൻ പൗഡർ, 625 കിലോ പാൽപ്പൊടി, അതായത് സ്കിംഡ് മിൽക്ക് പൗഡർ അല്ലേ? അതെ. പിന്നെ 300 കിലോ പ്രീമിയം SMP പൗഡർ, അതും മറ്റൊരു തരം പാൽപ്പൊടി. ഇതൊന്നും കൂടാതെ ചാക്ക് കണക്കിന് യൂറിയ വളം, കോസ്റ്റിക് സോഡ, ഡിറ്റർജന്റ് പൊടി, വലിയ ക്യാനുകളിൽ എണ്ണ, എന്നിട്ട് വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന 1962 ലിറ്റർ വ്യാജപാൽ. ഏകദേശം 2000 ലിറ്റർ. അതെ. പിന്നെ 1180 ലിറ്റർ വ്യാജ മോരും. ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. ഇതൊരു ചെറിയ മുറിയിൽ ഒളിച്ചും പാത്തും നടത്തുന്ന ഒരു കുടിൽ വ്യവസായമല്ല. ഇത്രയധികം അസംസ്കൃത വസ്തുക്കൾ വാങ്ങണം, അത് സംഭരിക്കണം. ശരിയാണ്. എന്നിട്ടത് കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വ്യാജപാൽ ഉണ്ടാക്കണം. അത് പാക്ക് ചെയ്ത് ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യാനും വ്യക്തമായ ഒരു ശൃംഖല തന്നെ അവർക്കുണ്ടായിരുന്നു. ഇതൊരു ഫാക്ടറി പോലെ, ഒരു വ്യവസായം പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? പോലീസ് ആരെയൊക്കെയാണ് പിടികൂടിയത്? റിപ്പോർട്ട് പ്രകാരം പ്ലാന്റിന്റെ ഓപ്പറേറ്ററായ ജിതേന്ദ്ര പട്ടേൽ, പിന്നെ അവിടെയുണ്ടായിരുന്ന തൊഴിലാളികളായ സച്ചിൻ മക്വാന, കരൺ പർമാർ, അജയ് സിംഗ് പർമാർ, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരോടൊപ്പം പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ജോലിക്ക് നിർത്തിയതായിരിക്കാം. പക്ഷേ ഇതിന്റെയെല്ലാം തലവൻ, ഈ ഫാക്ടറിയുടെ ഉടമ, ഇപ്പോഴും പുറത്താണല്ലേ? അതെ, അതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യം. രാകേഷ് എന്ന ധാമോ പട്ടേൽ, അയാളാണ് ഈ ഫാക്ടറിയുടെ ഉടമ. അയാൾ ഒളിവിലാണ്. പോലീസ് തിരച്ചിൽ തുടരുന്നുവെന്നാണ് പറയുന്നത്. ഇത് സാധാരണയായി ഇത്തരം കേസുകളിൽ സംഭവിക്കാറുള്ള ഒന്നാണല്ലോ. അതെ, താഴെത്തട്ടിലുള്ള ജോലിക്കാരും നടത്തിപ്പുകാരും പിടിയിലാകും. എന്നാൽ ഇതിനെല്ലാം പണം മുടക്കുകയും ബുദ്ധികേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രധാന സൂത്രധാരൻ രക്ഷപ്പെടും. ഈ കേസിലും അത് സംഭവിക്കുമോ എന്ന് കണ്ടറിയണം. അയാളെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തിയും ഇതിലുൾപ്പെട്ട മറ്റാളുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് കിട്ടാതെ പോകും. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഭാരതീയ ന്യായ സംഹിത, അതായത് BNS, അതോടൊപ്പം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ഇന്ത്യയിൽ അത്ര ദുർബലമൊന്നുമല്ല അല്ലേ? നിയമങ്ങൾ ശക്തമാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരം മായം ചേർക്കുന്നത്, നിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത്, ഇതെല്ലാം ഗുരുതരമായ കുറ്റങ്ങളാണ്. പിഴയും തടവും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾ ഇതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നിട്ടും പക്ഷേ നിയമം മാത്രം ശക്തമായാൽ പോരാ, അത് കൃത്യമായി നടപ്പിലാക്കുകയും വേണം. പരിശോധനകളിലെ കുറവും നിയമ നടപടികളിലെ കാലതാമസവുമാണ് പലപ്പോഴും ഇത്തരം തട്ടിപ്പുകാർക്ക് സഹായകരമാകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ, ഈ ഒരു വാർത്ത, ഇത് നമ്മളോട് എന്താണ് പറയുന്നത്? ഗുജറാത്തിലെ ഏതോ ഗ്രാമത്തിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കാണേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വിൽക്കപ്പെട്ടത് വ്യാജപാൽ മാത്രമല്ല, തകർക്കപ്പെട്ടത് ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസമാണ്. ശരിയാണ്. നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നതിനെയും ആ ബ്രാൻഡിനെയും നമ്മൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പാല് പോലുള്ളൊരു ഉൽപ്പന്നം, അതിന്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ആ വിശ്വാസത്തെയാണ് ഇവർ ചൂഷണം ചെയ്തത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് സാധാരണക്കാർ പാലിൽ നോക്കുന്ന എല്ലാ ഗുണങ്ങളെയും ഇവർ രാസവസ്തുക്കൾ കൊണ്ട് അനുകരിക്കുകയായിരുന്നു എന്നാണ്. അതെ, ഇത് ഉപഭോക്താവിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവോടെ ചെയ്തൊരു തട്ടിപ്പാണ്.
വില കുറച്ച് കിട്ടുമ്പോൾ ഗുണമേന്മയിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ആ സാധ്യതയും ഇവർ മുതലെടുത്തിരിക്കാം. കാഴ്ചയിൽ നല്ല പാൽ, വിലയും കുറവ്. ആളുകൾ സ്വാഭാവികമായും അത് വാങ്ങും. അതിന്റെ പിന്നിലെ അപകടത്തെക്കുറിച്ച് അവർ ചിന്തിക്കണമെന്നില്ല. ഇത് ഗുജറാത്തിൽ സംഭവിച്ചെങ്കിൽ ഇന്ത്യയിൽ എവിടെയും സംഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള വിപണിയിൽ പോലും ഇത്തരം ഉൽപ്പന്നങ്ങളുണ്ടാകാം. ഇത് കേൾക്കുമ്പോൾ ഒരു ഉപഭോക്താവെന്ന നിലയിൽ ശരിക്കും കേടി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതാണ് പ്രധാനം. വിശ്വസനീയമായ ബ്രാൻഡുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുക. വിലയിൽ അസ്വാഭാവികമായ കുറവുണ്ടെങ്കിൽ സംശയിക്കുക. അതെ, പാക്കറ്റിലെ വിവരങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ അധികാരികളെ അറിയിക്കാൻ മടിക്കരുത്. ഉപഭോക്താക്കളെന്ന നിലയിലുള്ള നമ്മുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഗുജറാത്തിലെ സബർകാന്ഥയിൽ 5 വർഷത്തോളമായി വിഷലിപ്തമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാജപാൽ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ഒരു ഫാക്ടറി. അതിനെ പോലീസ് പിടികൂടി. ശുദ്ധമായ പാലിന്റെ 6 ഇരട്ടി ഉൽപ്പാദനം. ഒരു വ്യവസായം പോലെ പ്രവർത്തിച്ചു വന്ന ഒരു വലിയ തട്ടിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിലായി. പക്ഷേ പ്രധാന സൂത്രധാരൻ ഇപ്പോഴും ഒളിവിലാണ്. അതെ. ഇത് ഭക്ഷ്യസുരക്ഷാ രംഗത്തെ വലിയ വീഴ്ചകളിലേക്കും ഉപഭോക്താക്കളുടെ വിശ്വാസം എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ്. സാരിച്ചു നിയമം, ശാസ്ത്രം, തട്ടിപ്പിന്റെ രീതിയെല്ലാം. പക്ഷേ ഇതിന്റെ എല്ലാം അവസാനം ഞാൻ വീണ്ടും ആ തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ആ ഗ്രാമത്തിലെ മനുഷ്യരിലേക്ക്. 5 വർഷം, ഒരുപക്ഷേ ഒരു തലമുറയിലെ കുട്ടികൾ വളർന്നു വന്നത് ഈ വിഷം കുടിച്ചായിരിക്കാം. ശരിയാണ്. ഡിറ്റർജന്റും യൂറിയയും പോലുള്ള രാസവസ്തുക്കൾ സ്ഥിരമായി ശരീരത്തിലെത്തിയാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം? കിഡ്നിയെയും ദഹനവ്യവസ്ഥയെയും അതെങ്ങനെ ബാധിച്ചിരിക്കാം? ഒരു പക്ഷേ ഈ വാർത്തയുടെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ, അതിന്റെ മനുഷ്യത്വപരമായ ഒരു മുഖം നാം ഇനിയങ്ങോട്ട് കാണാനും കേൾക്കാനും ഇരിക്കുന്നതേയുള്ളൂ. അതിന്റെ കണക്കുകൾ ഒരുപക്ഷെ ഒരു വാർത്താ റിപ്പോർട്ടിലും വന്നെന്നും വരില്ല. ആ ഒരു ചിന്തയോടെയാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്.